ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഗംഭീരമായി പങ്കെടുത്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ. എന്നാൽ നമ്മുടെ പരീക്ഷാ റിസൾട്ട് ഇങ്ങെത്താറായി. നിങ്ങൾ നന്നായി അധ്വാനിച്ചിട്ടുണ്ട്, നിങ്ങൾ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഗംഭീരമായ റിസൾട്ട് തന്നെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്തത് എന്ത്, ഏത് സ്ട്രീമിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോൾ. നമുക്കറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞ് ഏത് സ്ട്രീമിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തീരുമാനമാണ്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ കരിയർ ഒക്കെ എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ഈ ഒരൊറ്റ ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഡിസിഷൻ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പേര്, ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഞാൻ സയൻസ് എടുക്കാം, കൊമേഴ്സ് എടുക്കാം എന്നൊക്കെ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ റിസൾട്ട് വരട്ടെ എന്നിട്ട് തുടങ്ങാം എന്നുള്ള ഒരു ലേസി ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ആദ്യത്തെ കൂട്ടരോടാണ്. ഞാൻ സയൻസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായ ഒരു വിഷനുള്ള, ഒരു കരിയർ പ്ലാനുള്ള കുട്ടികളോട്. ആൻഡ് ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ രീതിയിലുള്ള ചിന്തകളിലേക്ക് നിങ്ങളെ വഴി നടത്താൻ സമയമായിട്ടുണ്ട്. എനിക്കറിയാം, നിങ്ങളിൽ ഒരുപാട് പേർ +1 +2 സയൻസ് സ്ട്രീം എടുത്ത് അത് കഴിഞ്ഞ് നീറ്റ്, JEE പോലെയുള്ള നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഫ്യൂച്ചർ സ്വപ്നം കാണുന്ന ആളുകളാണ്. നിങ്ങളെ ആദ്യം തന്നെ ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ്. നോക്കൂ, 15ാമത്തെ വയസ്സിൽ നിങ്ങളൊരു വലിയ തീരുമാനമെടുക്കുകയാണ്. 2 വർഷങ്ങൾക്കപ്പുറം ഇന്ത്യയിലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അത് എയിംസോ, NIT യോ IIT യോ ജിപ്മറോ എന്തു ആയിക്കോട്ടെ, അവിടെയാണ് ഞാൻ എൻ്റെ കരിയർ പ്ലാൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഇപ്പോഴേ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ഡിസിഷൻ. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ആ തീരുമാനം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായി മുന്നോട്ട് പോയാൽ മാത്രമേ +2 കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. അതിനെന്താണ് സാർ ചെയ്യേണ്ടത്? സാധാരണ ഒരു കുട്ടി ചെയ്യുന്നത് +1 +2 സയൻസ് സ്ട്രീം എടുക്കുന്നു, അവിടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോകുന്നു. അതിനുശേഷം +2 കഴിഞ്ഞതിന് ശേഷം 1 വർഷം പണിയെടുത്ത്, 1 വർഷം റിസ്ക് എടുത്ത് റിപ്പീറ്റ് ചെയ്ത ഈ പരീക്ഷകളൊക്കെ എഴുതുന്നു. പലപ്പോഴും ആ കുട്ടി ഈ പരീക്ഷകളുടെ പാറ്റേണുകളെ കുറിച്ച്, ഈ പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതികളെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലും +2 കഴിഞ്ഞിട്ടായിരിക്കാം. എന്നാൽ ഇതല്ലാതെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു വഴി ഇതിനുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് എൻ്റെ ഉത്തരം. നിങ്ങളിൽ ചിലപ്പോൾ കുറച്ചു പേരെങ്കിലും സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന, കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ ഉറപ്പായും അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് +1 +2 സയൻസ് പഠനത്തോടൊപ്പം തന്നെ നീറ്റ്, JEE പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായി തയ്യാറെടുക്കുക എന്നതാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. നോക്കൂ, നിങ്ങൾ ഈ നീറ്റ്, JEE പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് NCERT ആണ്. സാർ, ഞങ്ങൾ ഈ വേർഡ് എവിടെയോ കേട്ടിട്ടുണ്ട്. ഉറപ്പായും നിങ്ങൾ +1 +2 പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ. ഇത് ഈ രാജ്യത്തെ മിടുക്കരായ മുഴുവൻ കുട്ടികളും പഠിക്കുന്ന ബേസിക് മെറ്റീരിയലാണ്. സോ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നീറ്റിലും JEEലൊക്കെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ പിന്നെ വളരെ ന്യായമായൊരു ചോദ്യം ചോദിച്ചോടെ, സാർ, എന്തുകൊണ്ട് ബോർഡ് എക്സാമിനോട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നീറ്റിനും JEEക്കും വേണ്ടി തയ്യാറെടുത്തുകൂടാം? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് രണ്ടും 2 തരത്തിലുള്ള പരീക്ഷകളാണ്. നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് കാര്യങ്ങൾ പഠിക്കുക. എന്നാൽ എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നുണ്ട്. മെറ്റീരിയൽ ഒന്നാണ്, പക്ഷേ പ്രിപ്പറേഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ എങ്ങനെയാണ് സാർ ഞങ്ങളിത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക? പലപ്പോഴും നിങ്ങളുടെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക എന്നതിന് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ എങ്ങനെ തയ്യാറെടുക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, അതിനൊരു ഗംഭീര സൊല്യൂഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സൈലത്തിൻ്റെ Kings 11 ബാച്ച്. നിങ്ങൾ ആ പേര് വളരെ കൃത്യമായി ഓർമ്മിച്ച് വെച്ചോളൂ, Kings 11 ബാച്ച്. എന്താണ് സൈലത്തിൻ്റെ Kings 11 ബാച്ച്? വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നിങ്ങൾ +1 +2 പഠനത്തോടൊപ്പം തന്നെ നീറ്റ്, JEE എക്സാമുകൾക്ക് വേണ്ടി പാരലലി തയ്യാറെടുക്കുന്നു. നിങ്ങൾ ഏറ്റവും ഗംഭീരമായ രീതിയിൽ, ഏറ്റവും സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നീറ്റിനും JEEക്കും വേണ്ടി തയ്യാറെടുക്കുന്നു. അതായത് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബോർഡ് എക്സാം പെർസ്പെക്റ്റീവും അതിൻ്റെ എൻട്രൻസ് എക്സാം പെർസ്പെക്റ്റീവും നമ്മൾ പഠിക്കുന്നു. സാർ, ഇതൊരു ബേർഡൻ ആവാൻ സാധ്യതയില്ലേ? ഒരുപാട് സിലബസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് സാർ ഇത് രണ്ടിനും ഒരുമിച്ച് പഠിക്കുക? ഞങ്ങൾക്ക് എങ്ങനെയാണ് സാർ അതിന് സമയം കണ്ടെത്താൻ പറ്റുക? നോക്കൂ, അതിന് വളരെ കൃത്യമായ, കോംപ്രിഹെൻസീവായ, സിസ്റ്റമാറ്റിക് ആയ ഒരു പ്ലാനുമായിട്ടാണ് Xylem Kings 11 ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
നിങ്ങളുടെ +1 +2 പഠനത്തിൻ്റെ ഓരോ ടോപ്പിക്കുകളും വളരെ കൃത്യമായി നമ്മൾ കവർ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ എൻട്രൻസ് പേഴ്സ്പെക്റ്റീവും നമ്മൾ സംസാരിക്കും. ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള MCQ ടൈപ്പ് എൻട്രൻസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, സാർ ഇതിനൊക്കെ വലിയ ഫീസാവില്ലേ, ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണോ എന്നുള്ളത്. നോക്കൂ, Xylem എല്ലാ കാലത്തും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയ നിരക്കിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എല്ലാവർക്കും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. സോ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഈ പറയുന്ന മുഴുവൻ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാണ്. എന്നാൽ നിങ്ങളുടെ 10ാം ക്ലാസ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനം മാറി എന്ന് വിചാരിക്കൂ. +1 സയൻസ് എടുക്കുന്നില്ല, ഞാൻ കൊമേഴ്സ് ആണ് എടുക്കുന്നത്, അവിടെയാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചർ സ്വപ്നം കാണുന്നത് എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് Xylemത്തിൽ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. Xylemത്തിൻ്റെ യുവ ബാച്ചിൽ എല്ലാ ഫീച്ചേഴ്സുമായി നിങ്ങളെ ഒരുപറ്റം ടീച്ചേഴ്സ് അവിടെയും കാത്തു നിൽപ്പുണ്ട്. സോ മൈ ഡിയർ ചിൽഡ്രൻ, അത്രമേൽ ക്രൂഷ്യലായ ഒരു ജംഗ്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഭാവി നിങ്ങൾ എവിടെ സ്വപ്നം കാണുന്നു, എവിടെ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന വളരെ ക്രൂഷ്യലായ തീരുമാനങ്ങളാണ്. വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ആ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളെ പ്രാപ്തരാക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ വരൂ, നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യാം. കം ജോയിൻ us. Let's pursue our dreams together.